ഹോർമൂസിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ ഇറാന്റെ അടുത്ത നടപടി എന്താണ് എന്ന് കാണുവാൻ ലോകരാഷ്ട്രങ്ങൾ കാത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതോടുകൂടി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് ഇറാൻ മാത്രമല്ല, പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ എല്ലാമാണ്. കാരണം ഹോർമൂസ് എന്നത് വെറുമൊരു കടൽപ്പാത മാത്രമല്ല, ലോകത്തിന്റെ സാമ്പത്തിക ശ്വാസനാളം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ നടപടി ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കും എന്നുള്ളത് ഉറപ്പുമാണ്. അങ്ങനെയുള്ളപ്പോൾ അമേരിക്കയെ പിന്തുണയ്ക്കുവാൻ വൻകിട ശക്തികൾക്കൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസും ഓസ്ട്രേലിയയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ളവർ ട്രംപിനെ പിന്തുണയ്ക്കാതെ മാറി നിന്നത്. ഈ സാഹചര്യത്തിൽ ഈ ഉപരോധം എത്രത്തോളം വിജയിക്കുവാൻ സാധ്യതയുണ്ട്, ആരൊക്കെ ഈ ഉപരോധത്തോട് സഹകരിക്കും, അമേരിക്കയുടെ ഈ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ മറ്റാരെങ്കിലും ഇറങ്ങി പുറപ്പെടുമോ എന്നൊക്കെയുള്ളത് ലോകത്തിന്റെ മുൻപിൽ ഒരാശങ്കയായി നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ സുപ്രധാനമായൊരു നീക്കം നടന്നിരിക്കുകയാണ്. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട്, അമേരിക്കയുടെ ഉപരോധത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹോർമൂസ് കടലിടുക്കിലേക്ക് ചൈന അവരുടെ കപ്പൽ അയച്ചിരിക്കുകയാണ്. ചൈനയുടെ റിച്ച് സ്റ്റോറി എന്ന കപ്പൽ ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനുമായുള്ള എണ്ണ ഇടപാടിന്റെ പേരിൽ US-ന്റെ വിലക്ക് നേരിട്ട ഒരു കപ്പൽ കൂടിയാണിത്. ചൈന പറയുന്നത്, ഞങ്ങൾക്ക് ഇറാനുമായി വാണിജ്യ ഇടപാടുകളുണ്ട്, ഞങ്ങളുടെ കപ്പലിന്റെ കാര്യങ്ങൾ ഞങ്ങൾ മാത്രം നോക്കിക്കൊള്ളാം, അതിൽ വേറെ ആരും ഇടപെടേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞിട്ടാണ് അവർ ഹോർമൂസിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കൻ നാവികസേന ഈ കപ്പലിനെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുവാൻ അമേരിക്കയ്ക്കും കഴിയുന്നില്ല. അമേരിക്കയുടെ 15ഓളം പടക്കപ്പലുകളാണ് ഹോർമൂസിന്റെ പല പ്രദേശങ്ങളിലായി നങ്കൂരമിട്ട് കിടക്കുന്നത്. ഒരു തുറന്ന ഏറ്റുമുട്ടലിനുള്ള അവസരങ്ങൾ പരമാവധി ഒഴിവാക്കാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് എന്നാണ് ഈ കപ്പലുകളുടെ കടന്നുപോക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനിടയിൽ ഇറാനുമായി 2ാം വട്ട ചർച്ചയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ വളരെ ഊർജിതമായി മുൻപോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ചർച്ചയുടെ തീയതിയും സമയവും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ ആഴ്ച തന്നെ 2ാം വട്ട ചർച്ച നടക്കും എന്ന കാര്യവും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചൈനയെ പ്രകോപിപ്പിക്കുവാൻ അമേരിക്ക തയ്യാറാവുകയില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അതോടുകൂടി യുദ്ധം കൈപ്പിടിയിൽ നിൽക്കാതെ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് എത്തും. ലോകരാജ്യങ്ങളൊക്കെ അതിൽ പങ്കാളികളാകും. അങ്ങനെ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ള ഭയം അമേരിക്കയെ ഭരിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഹോർമൂസ് അടച്ചുകൊണ്ട് ഇറാൻ എന്തായിരുന്നോ ലക്ഷ്യമിട്ടത് അത് തന്നെയാണ് മറിച്ചുള്ള ഉപരോധത്തിലൂടെ ട്രംപും ചെയ്യുന്നത്. ആ നിലയ്ക്ക് ഇറാന്റെ പണി എളുപ്പമാക്കിയിരിക്കുകയാണ് ട്രംപ്. എന്നിരുന്നാൽ തന്നെയും ഹോർമൂസ് ഉപരോധിച്ചാൽ ഗൾഫിലെ ഒരു തുറമുഖവും പിന്നെ സുരക്ഷിതമായിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ പുറത്തുവിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാൽ ഹോർമൂസ് ഉപരോധിച്ച് ഇറാനെ ശ്വാസം മുട്ടിച്ച് ഇല്ലാതെയാക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന്റെ മറുപടി 3 ദിവസം കൊണ്ട് ഇറാനെ തകർത്ത് തരിപ്പണമാക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ട്രംപിന് ഏത് തരത്തിലുള്ള തിരിച്ചടിയാണോ ലഭിച്ചത് അത് തന്നെയായിരിക്കും ഈ ഉപരോധത്തിന് ലഭിക്കുവാൻ പോകുക എന്നുള്ളതാണ് യുദ്ധ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കാരണം ഹോർമൂസ് ഉപരോധിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി വലിയൊരു വെല്ലുവിളിയാണ്. ഹോർമൂസ് എന്നുള്ളത് വെറും 30 കിലോമീറ്റർ വീതിയുള്ള ഒരു കടലിടുക്കാണ്. അതുകൊണ്ട് അത് നിയന്ത്രിക്കുവാൻ എളുപ്പമാണ് എന്ന് തോന്നിയാലും സംരക്ഷിക്കുവാൻ പ്രായോഗികമായി വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇവിടെയാണ് ഇറാൻ അവരുടെ മറ്റൊരു ശക്തി വെളിപ്പെടുത്തുവാൻ പോകുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇറാന്റെ വിപ്ലവ സേന സർവശക്തിയും എടുത്ത് ഈ മേഖലയെ പ്രതിരോധിക്കും. വലിയ വലിയ കപ്പലുകളില്ലെങ്കിലും ചെറിയ ബോട്ടുകൾ, മൈനുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ ഇവയെല്ലാം ഉപയോഗിച്ച് വൻ കപ്പലുകളെ പോലും തടയുവാനും തകർക്കുവാനും ഈ സൈന്യത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഇറാന്റെ മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്, ഞങ്ങൾക്ക് എണ്ണ വിൽക്കുവാൻ കഴിയില്ലെങ്കിൽ ആർക്കും കഴിയില്ല. ഹോർമൂസ് ഉപരോധിക്കുക വഴി ഇറാന് ചെക്ക് വെക്കുകയും അവരെ സാമ്പത്തികമായി ഞെരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ട്രംപ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പ്രതിഫലിക്കുന്നത് ആഗോള എണ്ണ വിപണിയിലായിരിക്കും. എന്നാൽ ഈ നീക്കം ഇറാനെ വലിയൊരളവിൽ ബാധിക്കുവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം ഇറാൻ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഹോർമൂസിനെ മാത്രമല്ല, അവർക്ക് അവസാന നിമിഷവും പിടിച്ചു നിൽക്കുവാൻ മറ്റൊരു ബാക്കപ്പ് പ്ലാൻ കൂടിയുണ്ട്. അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ട്രംപ് ഹോർമൂസിൽ മുങ്ങിത്താഴുവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് എന്ന് പലരും ഇപ്പോൾ തന്നെ നിരീക്ഷിക്കുന്നത്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ ഈ നീക്കത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഇറാന്റെ മറുനീക്കങ്ങളും മുന്നൊരുക്കങ്ങളും അതെന്തൊക്കെയാണ് എന്നാണ് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ വടക്കു ഭാഗത്തുള്ള കാസ്പിയൻ കടലാണ് ഇറാന്റെ ഈ ജീവനാഡി. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമാണ് ഇത്.
റഷ്യയുമായി ഈ കടൽ അതിർത്തി പങ്കിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളും ഈ കടലിന്റെ തീരത്തുണ്ട്. ഇത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ അല്ലെങ്കിൽ INSTC എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ മുതൽ റഷ്യ വരെ ചരക്ക് ഗതാഗതം വേഗത്തിലാക്കുവാൻ സഹായിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണിത്. ഇന്ത്യ, ഇറാൻ, റഷ്യ ഈ 3 രാജ്യങ്ങളും ചേർന്ന് വികസിപ്പിക്കുന്ന ഒരു വലിയ ട്രേഡ് നെറ്റ്വർക്ക് കൂടിയാണിത്. ഈ ഭാഗത്ത് ഇറാന് 3 തുറമുഖങ്ങളാണുള്ളത്. ഒന്ന് ബന്ദർ അൻസാലി, ഇറാന്റെ വടക്കു ഭാഗത്തുള്ള ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ വ്യാപാര തുറമുഖമാണിത്. റഷ്യയിലേക്കും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ചരക്കുകൾ എത്തിക്കുന്നത് ഈ തുറമുഖം വഴിയാണ്. അടുത്തത് ബന്ദർ അമീറാബാദ്, കാസ്പിയൻ തീരത്തെ ഏറ്റവും വലിയ തുറമുഖമാണ് ബന്ദർ അമീറാബാദ്. ഇത് ഇറാനെ റഷ്യയുമായും യൂറോപ്പുമായും ബന്ധിപ്പിക്കുന്ന നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സ്വന്തമായി റെയിൽവേ ലിങ്കും സൗകര്യങ്ങളും ഈ തുറമുഖത്തിനുണ്ട്. മറ്റൊന്ന് നൌഷഹർ തുറമുഖമാണ്. വിനോദസഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒരുപോലെ പേര് കേട്ട മറ്റൊരു പ്രധാനപ്പെട്ട തുറമുഖമാണിത്. കൂടാതെ കാസ്പിയൻ പോർട്ട് എന്ന പേരിൽ തന്നെ ഒരു പുതിയ തുറമുഖവും അൻസാലി ഫ്രീ സോണിന്റെ ഭാഗമായി ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇറാന്റെ ബന്ദർ അമീറാബാദ്, അൻസാലി തുറമുഖങ്ങൾ വഴി റഷ്യയിലെ അസ്ട്രാഖാൻ തുറമുഖത്തേക്ക് എണ്ണയും മറ്റുൽപ്പന്നങ്ങളും അയക്കുവാൻ കഴിയും. അവിടെ നിന്ന് വോൾഗ ഡോൺ കനാൽ വഴി യൂറോപ്പിലേക്കും മറ്റു വിപണികളിലേക്കും അവർക്ക് ചരക്കുകൾ എത്തിക്കാം. പക്ഷേ ഈ ചരക്ക് നീക്കങ്ങൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലൂടെ ഉള്ളതുപോലെ അത്ര വലിയ അളവിലായിരിക്കില്ല എന്ന് മാത്രം. അതിന് കുറച്ച് പരിമിതികളുണ്ട്. എങ്കിലും താരതമ്യേന ഇറാന് പിടിച്ചു നിൽക്കുവാൻ ഇത് മതി. മാത്രവുമല്ല, ഇറാന്റെ തെക്കും ഭാഗത്തു നിന്നും, അതായത് ഗാർഗ ദ്വീപിൽ നിന്നും മറ്റും വടക്കോട്ട് എണ്ണ എത്തിക്കുവാൻ നിലവിൽ പൈപ്പ് ലൈനുകളുണ്ട്. എങ്കിലും അവ പ്രധാനമായും റിഫൈനറികളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. വൻതോതിൽ എണ്ണ ഒഴുക്കുവാനുള്ള ശേഷിയൊന്നും ഇവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് വഴി വിൽക്കുന്ന അത്രയും വലിയ അളവിൽ എണ്ണ കാസ്പിയൻ കടൽ വഴി വിൽക്കുവാൻ ഇറാന് കഴിയില്ല. എങ്കിലും റഷ്യയുമായി ചേർന്ന് ഈ ഉപരോധത്തെ ഒരു പരിധിവരെ മറികടക്കുവാൻ ഇറാന് കഴിയും. ഉപരോധത്തിന്റെ ആഘാതം കുറയ്ക്കുവാൻ അവർക്ക് സാധിക്കും. ഇത് കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, ഇന്ത്യ, ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് വികസിപ്പിക്കുന്ന ഈ പാത, ആ വഴി ചരക്കുകൾ നീക്കുവാൻ ഇറാന് കഴിയും. അപ്പോൾ തന്നെ അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് അവിടേക്ക് പ്രവേശിക്കുവാനും കഴിയില്ല. കാരണം കാസ്പിയൻ കടൽ ഒരടഞ്ഞ ജലാശയമാണ്. അതിനാൽ തന്നെ കാസ്പിയൻ കടൽ തീരത്തുള്ള ഒരു രാജ്യങ്ങളും അമേരിക്കൻ സൈന്യത്തിന് അവിടേക്ക് പ്രവേശനാനുമതി നൽകുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കും തൊട്ടടുത്തുള്ള ഒമാൻ കടലിലെ ജാസ്ക് തുറമുഖവും അമേരിക്ക ഉപരോധിച്ചാലും ഗാർഗ് ദ്വീപ് ഉപരോധിച്ചാലും ഇറാന്റെ പിടിവള്ളിയായി കാസ്പിയൻ കടലും അവിടെയുള്ള റഷ്യൻ ബന്ധവുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഇനി അടുത്തത്, ഹോർമൂസ് പൂർണ്ണമായും ഉപരോധിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി ഇല്ല എന്ന് തന്നെയാണ്. കാരണം അമേരിക്കയുടെയും അമേരിക്കൻ അനുകൂല രാജ്യങ്ങളുടെയും കപ്പലുകളെ ഇറാൻ ഈ വഴി കടന്നു പോകുവാൻ അനുവദിക്കില്ല. ഈ സാഹചര്യം അവസാനിപ്പിക്കുവാൻ ഇറാനെ നിർബന്ധിക്കുക എന്നുള്ളതാണ് ട്രംപ് നാവിക ഉപരോധം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാരണം ലോകത്തെ 20% എണ്ണ കടന്നു പോകുന്ന അതിനിർണായകമായ കപ്പൽപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. അങ്ങനെയുള്ളപ്പോൾ ഇറാന്റെ തുറമുഖത്തേക്ക് പോകുന്നതും അവിടെ നിന്ന് തിരികെ വരുന്നതുമായിട്ടുള്ള എല്ലാ കപ്പലുകളെയും, അതായത് സൈനിക കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും തടയുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ മറ്റു തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. പക്ഷേ ആ കപ്പലുകളെ ഇറാൻ തടയും. ചുരുക്കത്തിൽ ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധം കപ്പൽ പാതയിലൂടെ നിലവിലുള്ള ഗതാഗതം പൂർണ്ണമായും തടയുന്ന സാഹചര്യം കൊണ്ടുവരും. ഈ ഒരവസ്ഥ ഇറാനെ സമ്മർദ്ദത്തിലാക്കും. എങ്കിലും അത് ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത് ലോക വിപണിയെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഈ തീരുമാനം മണ്ടൻ നീക്കമാണ് എന്ന് നയതന്ത്ര വിദഗ്ധരെല്ലാവരും ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയുന്നത്. ഇനി അമേരിക്കയ്ക്ക് ഹോർമൂസ് പൂർണ്ണമായും ഉപരോധിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സൈനിക ശേഷി അവർക്കുണ്ട്. എങ്കിലും പ്രായോഗികമായി അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. USS ജെറാൾഡ്, ഫോർഡ് USS ഏബ്രഹാം ലിങ്കൻ തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകൾ ഇപ്പോൾ തന്നെ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടയുവാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം. പക്ഷേ ഒരു ഉപരോധം എന്നുള്ളത് ഒരു യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണ്. ഇത് സ്ഥിരമായി നടപ്പിലാക്കണമെങ്കിൽ വലിയൊരു വിഭാഗം യുദ്ധക്കപ്പലുകളുടെ ദീർഘകാലമായിട്ടുള്ള സേവനവും ആവശ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ എത്ര US കപ്പലുകൾ ഇതിനുവേണ്ടി അവർ മാറ്റിവെക്കും? യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുമോ? ഗൾഫ് സഖ്യകക്ഷികൾ അമേരിക്കയെ ഈ ഉപരോധത്തിൽ പിന്തുണയ്ക്കുമോ? തുടങ്ങിയ വലിയ വലിയ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും അമേരിക്ക ഇപ്പോൾ തൽക്കാലം ഉത്തരം നൽകുന്നില്ല. എന്തായാലും അതീവ പ്രഹരശേഷിയുള്ള ഈ യുദ്ധക്കപ്പലുകളുമായി ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക ഉപരോധം ലംഘിച്ച് മുൻപോട്ട് കടന്നുപോയ ചൈനീസ് കപ്പലിനെ തടയുകയോ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് ഒരു വലിയ വിരോധാഭാസമായി തുടരുകയാണ്.
എന്തായാലും പെട്ടെന്നുള്ളൊരു പ്രശ്ന പരിഹാരമാണ് ഈ ഒരു നീക്കത്തിൽ കൂടി ട്രംപ് ലക്ഷ്യം വെച്ചതെങ്കിലും ഇറാൻ ഈ സമ്മർദ്ദത്തിൽ വീഴുവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഈ ഉപരോധം നീണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ ഉപരോധം നീണ്ടുപോയാൽ അത് ഇറാനേക്കാൾ അധികം ബാധിക്കുവാൻ പോകുന്നത് ഖത്തറിനെയും UAEയും ഒക്കെ ആയിരിക്കും. മാത്രവുമല്ല അവിടെ നിന്ന് എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും ഒക്കെ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെയും സാരമായി ഇത് ബാധിക്കും. പ്രശ്നം അവിടെ കൊണ്ടും തീരുന്നില്ല. ഒപ്പം ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ഇറാന്റെ സൈനിക ലക്ഷ്യങ്ങളായി മാറും. ചുരുക്കി പറഞ്ഞാൽ സഹായിക്കുവാനെത്തിയ ട്രംപിന്റെ ഈ പ്രവൃത്തി ഗൾഫ് രാഷ്ട്രങ്ങൾക്ക്, ലോകരാഷ്ട്രങ്ങൾക്ക് കൂനിന്മേൽ കുരുവായി മാറും എന്നുള്ളത് നിസ്സംശയം പറയുവാൻ കഴിയും. എന്തായാലും ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ഇറാൻ ശക്തമായ ആക്രമണം അഴിച്ചുവിടും, അവർ തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഏത് രീതിയിലായിരിക്കും, എപ്പോഴായിരിക്കും എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ട്രംപ് വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഹോർമൂസിലെ ഉപരോധത്തിന്റെ റിസൾട്ട് വെളിപ്പെടുവാൻ പോകുന്നത്. അത് ഗൾഫ് മേഖലയുൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ പലരുടെയും നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കും. അതിനാൽ തന്നെയാണ് വളരെ ആശങ്കയോടുകൂടി ലോകരാഷ്ട്രങ്ങൾ ട്രംപിന്റെ ഓരോ നീക്കങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്.